പ്രൈസ് ദി ലോർഡ്. ഗോഡ്സൺ എന്ന ഈ ചാനൽ ഇന്നത്തെ വചനം എനിക്ക് കിട്ടിയിട്ടുള്ളത് മത്തായിയുടെ സുവിശേഷത്തിൽ 5 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. നമുക്കത് കേൾക്കാം. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. വേറെ ഒന്നും എഴുതിയിട്ടില്ല. മത്തായി 5:16. നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. നിങ്ങളിലുള്ള വെളിച്ചം എനിക്കിപ്പോൾ പറയുമ്പോൾ ഓർമ്മ വരുന്നത് മദർ തെരേസയാണ്. ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പേരും മദർ തെരേസ എന്ന് തന്നെയാണ്. അവരുടെ മദർ തെരേസ ആകുന്നതിന് മുൻപുള്ള പേര് അഗ്നസ് എന്നായിരുന്നു. അപ്പോൾ ഈ വചനം തന്നെ പല ആവർത്തി നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മളെല്ലാം വെളിച്ചമാകേണ്ടവരാണ്. ഒരു തിരി, കത്തിച്ചു വെച്ച ഒരു വിളക്ക് ആയി പ്രകാശിക്കേണ്ടവരാണ്. ഗോതമ്പ് മണി, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ ഈ ഗോതമ്പ് മണി നിലത്ത് വീഴുമ്പോഴാണ് ഒരു മണി ഗോതമ്പ് അത് നിലത്ത് വീണ് അതില്ലാതാവുകയാണ്. അതിൽ നിന്നാണ് ഒരുപാട് ഫലം പുറപ്പെട്ടു വരുന്നത്. 100 മേനി, ഇപ്പോൾ 60 മേനി, 100 മേനി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ നമ്മൾ അവരുടെ മുൻപിൽ അല്ല, അങ്ങനെയല്ല, നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നിങ്ങളെന്ന് പറയുമ്പോൾ അപ്പസ്തോലന്മാർ, ഇപ്പോൾ മത്തായി, യേശു പ്രത്യേകം പറയുന്നത് പോലെ നിങ്ങളുടെ വെളിച്ചം അണയാതിരിക്കണം. അത് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശമായിരിക്കണം. അതായത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു റോൾ മോഡലായിരിക്കണം. അതായത് നിങ്ങൾ ശരിക്ക് മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലാവുക എന്ന് പറയും. നിങ്ങളുടെ ജീവിതം കൊണ്ട് കണ്ണീന്നൊരു വെള്ളം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് വേണം മറ്റുള്ളവർക്ക് ഒരു വെളിച്ചം പകരാൻ. അവർക്ക് ചിലപ്പോൾ അത് അറിയണമെന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസിസി, മദർ തെരേസ, മദർ തെരേസൊക്കെ പറയുമ്പോൾ കുഷ്ഠരോഗികളുടെ, അതായത് അവരുടെ ആത്മാവിന് നമ്മൾ പറയണ പോലെ ഒരു ഒറ്റയ്ക്കാവുക എന്നുള്ളതാണ് ലോകത്തെ അനാഥത്വം എന്ന് പറയും. നമ്മളിപ്പോൾ ഒരാൾ ഒറ്റയ്ക്കാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീകരത. അയാളെ കൂട്ടിപ്പിടിക്കാൻ. അന്ന് ഇപ്പോൾ മദർ തെരേസയൊക്കെ കൽക്കത്ത തെരുവുകളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഓരോ വീടുകൾ സന്ദർശിക്കുകയും അവിടെയുള്ള ആദിവാസി അല്ല മീൻസ് അവിടെയുള്ള പാവപ്പെട്ടവർ ഉന്നമനം
പിന്നെ ഈ കുഷ്ഠരോഗികൾ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സമൂഹത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നു അവർ. അതായത് ദൈവത്തിൻ്റെ ശാപം കിട്ടിയിട്ടുള്ള ഒരു ആളുകൾ എന്നാണ് അവരെ പറഞ്ഞിരുന്നത്. അവർ ശപിക്കപ്പെട്ടൊരു ജന്മമാണ്. അതുകൊണ്ട് കുഷ്ഠരോഗം അന്ന് ഒരു ശപിക്കപ്പെട്ട രോഗമായിട്ട് മാറിയിരുന്നു. അപ്പോൾ അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും അവരുടെ കൂടെ നിൽക്കുന്നതിനൊക്കെ മദർ തെരേസയ്ക്ക് പറ്റിയിട്ടുണ്ട്. അവർ ഒരു പ്രകാശമാവുകയാണ്, മറ്റുള്ളവർ മുൻപിൽ ഒരു വിളക്കായി. അവർക്ക് ദൈവത്തിനോട് പറഞ്ഞിട്ടുള്ളത്, ഞാൻ അങ്ങയുടെ ഒരു തൂലിക മാത്രമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. റൂ പെൻസിൽ യൂസ് മീ എന്ന് പറയുന്ന പോലെ എന്നെ എഴുതൂ, എന്നെ ഉപയോഗപ്പെടുത്തൂ, ലോകത്തിന് മുൻപിൽ ഒരു മാതൃക കാണിച്ചു കൊടുക്കുക, ഞാൻ ഇതാണ്. നമ്മുടെ ജന്മം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിച്ചിട്ടുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, രണ്ടാം ക്രിസ്തു എന്നാണ് പറയാറ്. അദ്ദേഹം വളരെ പോഷ് ലെവലിൽ ജീവിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അതായത് അത്രയ്ക്കും എന്തെന്ന് പറയുക, രാവോ പകലോ ഇല്ലാതെ മദ്യവും മദിരാക്ഷിയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അപ്പൻ വലിയൊരു ബിസിനസ് ആയിരുന്നു, ഒരുപാട് പണമുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതിലൊന്നും ഒരു ശാശ്വതമായിട്ടൊരു ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. എന്തിനാണ് ജീവിക്കുന്നത്? ഒരുപാട് അവഹേളനങ്ങളും ഒക്കെ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് അസീസി. അദ്ദേഹം മാനസികമായിട്ട് അദ്ദേഹത്തെ കുട്ടികൾ കല്ലെടുത്തെറിയാന്ന് അദ്ദേഹം പുസ്തകങ്ങൾ വായിച്ചാലറിയാം. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ കല്ലെടുത്തെറിഞ്ഞു, അതായത് പ്രാന്തനെന്ന് വിളിച്ചു. അങ്ങനെ ഒരുപാട് ഘട്ടത്തിൽ കൂടെ കടന്നു വന്നിട്ടാണ് പിന്നീട് പറയുന്നത് അദ്ദേഹം വലിയവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകളിൽ അല്ലെങ്കിൽ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ അച്ഛനാവാൻ പോയി, പിന്നെ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് വാട്ടി ഓടിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരിക്കലും ആൾക്ക് അവിടേക്ക് എത്താൻ പറ്റിയിരുന്നില്ല. ഇവരെല്ലാം കാണിച്ചു തരുന്നൊരു കാര്യം, നമുക്കും വിശുദ്ധരാവാം. വിവാഹം കഴിച്ചാലും വിശുദ്ധരാവാം, അല്ലാതെയും വിശുദ്ധരാവാം. ഇപ്പോൾ മോണിക്ക പുണ്യവതി, അതുപോലെ ഒരുപാട് പേരുകളുണ്ട്, ഞാൻ പേരുകൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവരുടെയൊക്കെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് വിശുദ്ധയോട് കൂടി ജീവിക്കാം. ഇപ്പം ഈ കാലഘട്ടത്ത് ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. എങ്കിൽ തന്നെയും നമുക്ക് പരമാവധി അതിന് ശ്രമിക്കാം, മറ്റുള്ളവർക്കൊരു പ്രകാശമായിട്ട് ജീവിക്കാം. അതായത് നമ്മളുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ പറയണം, ഇപ്പം എൻ്റെ കഴിഞ്ഞ കാലമൊക്കെ കഥകൾ പറയുകയാണെങ്കിൽ ആളുകൾ പറയും, അവൻ കള്ള് കുടിച്ച്, ഞാനൊരു മദ്യത്തിൻ്റെ കമ്പനിയിലായിരുന്നു ജോലി, അവനെ കള്ള് കുടിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ കുറേ വിഷയങ്ങൾ, അതെല്ലാം സത്യം തന്നെയാണ്. പിന്നീട് നമുക്ക് ഒരു മാനസാന്തരം അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചാൽ പോരാ. ജീവിതം ഒന്നേ ഉള്ളൂ. ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഈ വക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും. കാരണം ഒരു പ്രാവശ്യമാണ് അല്ലേ നമുക്ക് ജന്മം. ആ ജന്മം നമ്മൾ എത്രത്തോളം ക്ലിയറായി, എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. സ്വർഗം സന്തോഷിക്കുന്ന ഒരു സമയം പറയുന്നുണ്ട്. അത് 99 നീതിമാന്മാരെയല്ല, ഒരു പാപം ചെയ്തിട്ട് നമ്മൾ പശ്ചാത്തപിക്കുന്ന ഒരു പാപിക്ക് വേണ്ടി സ്വർഗം സന്തോഷിക്കുന്ന പറഞ്ഞിട്ടില്ല. ഇപ്പം എനിക്ക് തോന്നുന്നത്, ഞാൻ പശ്ചാത്തപിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗം സന്തോഷിക്കും.
സ്വർഗം സന്തോഷിക്കുന്ന എന്തിനാണെങ്കിൽ ആകെ ബൈബിളിൽ ഒരു സ്ഥലത്തേ പറയുന്നുള്ളൂ സ്വർഗം സന്തോഷിക്കുന്നു എന്ന് പറയുന്നത്. അത് പശ്ചാത്തപിക്കുന്ന ഒരു പാപിക്ക് വേണ്ടി മാത്രം. വേറെ ഒരിക്കലും ഒരു സ്ഥലത്തും സ്വർഗം സന്തോഷിക്കുന്നതായിട്ട് എഴുതി വച്ചിട്ടില്ല. അപ്പം ഞാൻ പറയുന്നു, നമുക്ക് ക്ലേശങ്ങളുണ്ടാവും, സഹനങ്ങളുണ്ടാവും, അതിലും അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ അതെല്ലാം നമ്മൾ ക്ഷമയോടുകൂടി സഹിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയി. എന്തായാലും ഞാൻ മാക്സിമം ഒരു 5 മിനിറ്റൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു.